Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi ishrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilman nafi'a. Assalamu alaikum wa rahmatullahi wa barakatuhu. വീണ്ടും ഒരു ഇൽമിന്റെ മജ്ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു യുദ്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിച്ച് അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇന്ന് നമുക്ക് ഇൽമു പകർന്നു തരാൻ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതയായ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ ഫൗസിയത്തെയാണ്. ഫൗസിയത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹങ്കാരത്തെ കുറിച്ചൊരു ചെറിയൊരു ക്ലാസ്സാണ് നമ്മളിന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വ മാ അല്ലംനാ വമാ യൻഫഉനി വസിദ്നാ ഇൽമാ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതു സഹല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല. വളരെയധികം ബഹുമാനമുള്ള എന്റെ ടീച്ചർമാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ നശിപ്പിക്കുന്ന ഹൃദയത്തിന്റെ ഒരു രോഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത്. അഹങ്കാരം എന്ന രോഗം. അഹങ്കാരം എന്നത് ഏറ്റവും അപകടകാരിയായ ഒരു അസുഖം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസ് ഉണ്ട് അതിനെ കുറിച്ച്. ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിന്റെ 8 വാതിലുകൾ നമ്മളെ മുന്നിൽ കൊത്തി അടക്കപ്പെടാൻ മാത്രം ഉള്ള ഒരു രോഗമാണ് അഹങ്കാരം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ഇതിൽ നിന്ന് ഒഴിവാണെന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മുടെ ഹൃദയത്തിൽ എനിക്ക് അഹങ്കാരം ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കുക തന്നെ വേണം. ബത്തുഹുൽ ഹക്ക് അഥവാ സത്യത്തെ നിരസിക്കുക, ഖാത്തുന്നാസ് മനുഷ്യരെ ചെറുതായി കാണുക. ഇതാണ് അഹങ്കാരത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മള് ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അറിയണത് അത് സത്യമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് തെറ്റ് പറ്റി എന്നുള്ളത്. അപ്പൊ നമുക്ക് അത് തിരുത്താനുള്ള ഒരു നല്ല മനസ്സ് അത് അഹങ്കാരം ഇല്ലാത്ത ഒരാൾക്ക് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞത് തെറ്റായി പോയി, അതെന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം ഇല്ലാതിരിക്കണം. അപ്പൊ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ എന്തായി, എനിക്ക് അറിവില്ല എന്നുള്ളത് അവര് ധരിക്കൂലേ, അങ്ങനത്തെ ഒരു ചെറിയൊരു ചിന്ത വന്നാൽ മതി ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടാവും. അതായത് എന്റെ അറിവ്, പദവി, സമ്പത്ത്, സന്താനം, സൗന്ദര്യം എല്ലാം മറ്റുള്ളവരെക്കാൾ മേലെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. അവരെക്കാൾ സൗന്ദര്യം എനിക്കുണ്ട്, അവരെക്കാൾ അറിവ് എനിക്കുണ്ട്, എല്ലാ കാര്യത്തിലും ഞാനാണ് ശരി, മറ്റുള്ളവർ തെറ്റ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. ഇത് കേൾക്കുമ്പോ പലർക്കും തോന്നും, എനിക്കും തോന്നും, എനിക്ക് അങ്ങനത്തെ ചിന്ത ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കണില്ലല്ലോ എന്നൊക്കെ. അപ്പൊ നമ്മളൊരു ജോയിന്റ് ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളെ കാര്യം പറയാം. ഇപ്പോ നമ്മള് അടുക്കളയിൽ ചെല്ലുകയാണ്, അപ്പോ അവിടെ ആകെ വൃത്തികേടായി കിടക്കുക. പിന്നെ വേറൊരാൾ വരുമ്പോ നമ്മള് പറയാം അവരോട്, ഞാൻ വന്നപ്പോ ഇവിടെ ആകെ വൃത്തികേടായിരുന്നു, അടുക്കള ആകെ, അല്ലെങ്കിൽ വീടാകെ വൃത്തികേടായിരുന്നു, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അലങ്കോലായി കിടക്കായിരുന്നു, ഞാനാണ് ഇതൊക്കെ ശരിയാക്കിയത്. നമ്മളെല്ലാവരും ഒരു പറയുന്ന ഒരു വേർഡുകൾ തന്നെ ആവും അത്, അല്ലെ. അപ്പൊ അവിടെ എന്തായി, ഞാൻ ശരി, നിനക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ നീ വൃത്തിയാക്കാൻ അറിയില്ല, നീ ഒന്നും ചെയ്യൂല. ആ ഒരു മേൽക്കോയ്മയാണ് അവിടെ വരുന്നത്. സത്യത്തിൽ ഞാനുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇബ്ലീസാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു വേർഡ് പരമാവധി ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോഴാണല്ലോ ഇബ്ലീസ് ആദ്യമായിട്ട് ഞാൻ എന്നുള്ള പദം ഉപയോഗിച്ചത്. അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അഗ്നിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം അലൈഹി സ്വലാമിനെ കളിമണ്ണോണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോ അതായത് എനിക്ക് കുലമഹിമ കൂടുതലാണ്. കുലമഹിമ അതാണ് നമ്മളെ അഹങ്കാരത്തിൽ എത്തിക്കുന്ന മറ്റൊരു കാരണം. സൂറ ബഖറയിൽ അതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിനെന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട് അവർ സുജൂദ് ചെയ്തു. അവൻ വിസമ്മതിച്ചു, അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ അവിശ്വാസി അഥവാ സത്യനിഷേധികളിൽ പെട്ടവനാകുന്നു. ഇവിടെ അഹങ്കാരം മൂലം ഇബ്ലീസിന് നഷ്ടപ്പെട്ടത് സ്വർഗലോകം തന്നെയാണ് നഷ്ടപ്പെട്ടത്. ഹൃദയത്തിൽ ഒരല്പ അഹങ്കാരം തോന്നിക്കഴിഞ്ഞപ്പോ സ്വർഗലോകം നഷ്ടപ്പെട്ട് പിന്നെ കാഫിറായി പോയി. അപ്പൊ നമ്മളെ ഹൃദയത്തിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും അഹങ്കാരം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ എന്തിനു ഇബ്ലീസിനെ പിൻപറ്റണം? എന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇഹലോകത്തും പരലോകത്തും കിട്ടാൻ പോകുന്നതൊക്കെ ഞാൻ എന്തിന് നശിപ്പിക്കണമെന്ന് നമ്മൾ സ്വന്തത്തോട് തന്നെ പറഞ്ഞ് സ്വന്തത്തോട് തന്നെ ചോദിച്ചുകൊണ്ട് അതിൽ നിന്നും ആ വന്ന അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് അപ്പൊ തന്നെ പ്രാർത്ഥിക്കുക. മനുഷ്യരിൽ അഹങ്കാരം ഉണ്ടാകുന്നത് പ്രധാനമായി 3 കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് സമ്പത്ത്, സന്താനം, സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ അഹങ്കാരിയാക്കുന്നു. എന്റെ സമ്പത്ത്, ഇതെല്ലാം ഇപ്പൊ നമുക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടായാല് നമ്മൾക്ക് മനോഹരമായ പൂന്തോട്ടം അല്ലെങ്കിൽ പിന്നെ തെങ്ങ്, കവുങ്ങ്, പ്ലാവ് അങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ പറയും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ എന്റെ തോട്ടാണ്, അല്ലെങ്കിൽ ആ കാണുന്നതൊക്കെ എന്റെ സ്ഥലമാണ്. ഇതൊന്നും അള്ളാഹു തന്നാണെന്ന് നമ്മള് ഓർക്കാതെയുള്ള നമ്മള് ഇതെല്ലാം ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണുള്ള നമ്മളൊരു മിഥ്യാധാരണയാണ് ഇതൊക്കെ. എല്ലാം അള്ളാഹു തന്നതാണെന്ന് പറഞ്ഞ ആ സമ്പത്ത് അവിടെ നിലനിൽക്കും. ഇപ്പോ സൂറ അൽ-കഹ്ഫില് പിന്നെ രണ്ട് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരാൾക്ക് ഒരുപാട് സമ്പത്ത് അള്ളാഹു കൊടുത്തു. മുന്തിരിത്തോട്ടങ്ങൾ, പിന്നെ നടുവിലൂടെ നല്ല നദി ഇങ്ങനെ ഒഴുകി പോവുക. അപ്പൊ അതൊക്കെ കണ്ടപ്പോ അയാൾക്ക് അയാളുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ സമ്പത്ത് നോക്കിയിട്ട് അയാൾക്ക് ഒരിക്കലും പറയാൻ കഴിഞ്ഞില്ല മാഷാ അള്ളാ. അയാള് വിചാരിച്ചു ഇതൊക്കെ എനിക്ക് എന്നും നിലനിൽക്കും, ഇനി സ്വർഗലോകവും എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഇനി ലോകാവസാനം വരാൻ പോണില്ല, വന്നാൽ തന്നെ എനിക്ക് ഇവിടെ കിട്ടിയതെല്ലാം അവിടെയും കിട്ടും എന്നൊക്കെയാണ് അയാളുടെ കൂട്ടുകാരനോട് പറഞ്ഞ് അയാളെ പുച്ഛിക്കുകയും ചെയ്തു. അപ്പൊ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, എനിക്ക് അന്ത്യദിനത്തിൽ വിശ്വസിക്കാനൊന്നും പറഞ്ഞപ്പോ അയാൾക്ക് അതൊന്നും സ്വീകാര്യമായിരുന്നില്ല. എന്ന് മാത്രമല്ല അയാൾ അഹങ്കരിച്ചതിന്റെ ഫലമായി എല്ലാം നശിച്ചു പോവുകയും ചെയ്തു. അപ്പൊ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാഷാ അള്ളാഹ് ഒന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് പറഞ്ഞത്. സൂറ അൽ ഖസസിൽ അള്ളാഹു പറയുന്നുണ്ട് ധനികനും അഹങ്കാരിയുമായ ഹാറൂണിന്റെ കഥ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബആ അലൈഹി വആതൈനാഹു മിനൽ ഖുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽഉസ്ബതി ഉലിൽ ഖുവ്വതി ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. നിശ്ചയമായും ഖാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ട് അവൻ അവരുടെ മേൽ ധിക്കാരം കാണിച്ചു. അവന്റെ താക്കോലുകൾ തന്നെ ശക്തമായ ഒരു സംഘത്തിന് പേറാൻ കഴിയാത്ത ഭാരമായി നിൽക്കത്തക്കവണ്ണം നിക്ഷേപങ്ങളെ നാം അവന് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ജനങ്ങൾ അവനോട് പറഞ്ഞു, നീ പുളകം കൊള്ളണ്ട, പുളകം കൊള്ളുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതായത് തന്റെ സമ്പത്ത് കണ്ട് അയാൾ അഹങ്കരിച്ചപ്പോൾ ജനങ്ങൾ അതിൽ സ്വാലിഹീങ്ങളായ നല്ല ജനങ്ങൾ അവന് താക്കീത് കൊടുത്തു, ഇതൊക്കെ അള്ളാഹു തന്നതാണ്, അപ്പൊ ഇതിൽ നീ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾക്ക് അതെല്ലാം തന്റെ സമ്പത്തിൽ അഹങ്കരിക്കുകയും ഒരു നിമിഷം കൊണ്ടെല്ലാം അള്ളാഹു അത് ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പൊ ഈ 2 കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഹങ്കാരം നമുക്ക് ഇഹലോകത്ത് കടുകുമണിയോളം അഹങ്കാരം ഉണ്ടെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല, ഇഹലോകത്തുള്ള നമ്മുടെ സമ്പത്ത് തന്നെ നഷ്ടപ്പെടും നമ്മളുടെ അഹങ്കാരം കൊണ്ട്. അതെല്ലാം ഒരു നിമിഷം മതി അള്ളാഹുവിന് ഇല്ലാതാക്കാൻ. തന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എല്ലാ സമ്പത്തും ലഭിച്ചതെന്ന് അഹങ്കരിക്കുന്ന ആ മനുഷ്യന് എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിനെ അത് ഭൂമിയിൽ ആഴ്ത്തിക്കളയാൻ ഒരു നിമിഷ നേരം മതി. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്കൊരു പാഠം, സമ്പത്ത് ലഭിക്കുമ്പോൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുക. സമ്പത്ത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അഹങ്കരിക്കാതിരിക്കുക.
അതുപോലെ തന്നെ സന്താനങ്ങൾ, അവരുടെ ജോലി, വിദ്യാഭ്യാസം എല്ലാം നമുക്ക് അഹങ്കാരത്തിനുള്ള കാരണങ്ങളാണ്. അപ്പൊ അവർക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പറയും, മോനെ അത് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, ഡോക്ടർ ആവാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ സംസാരത്തിൽ നമ്മൾ അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക, ഇത് ഞാൻ അഹങ്കാരത്തോടെയാണോ പറഞ്ഞത്, അതോ അവർ ചോദിച്ചുകൊണ്ട് മാത്രം വെറുതെ പറഞ്ഞതാണോ, അവർക്കറിയാൻ വേണ്ടി മാത്രം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൂറ അൽ കഹ്ഫിൽ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറു അമലാ. ധനവും മക്കളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. നല്ലതായ ശാശ്വത കാര്യങ്ങളത്ര നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലത്തിൽ ഗുണമേറിയതും പ്രത്യാശയ്ക്ക് ഗുണമുള്ളതും. അപ്പോ ധനവും മക്കളൊക്കെ നമുക്ക് ദുനിയാവിലുള്ള ഒരു അലങ്കാരം മാത്രമാണ്. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ആ അലങ്കാരം കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കേണ്ടതില്ല. ഈ കാര്യങ്ങളാണല്ലോ നമ്മൾക്ക് അഹങ്കാരത്തിനുള്ള പ്രധാന കാരണങ്ങളും തന്നെയല്ലേ. അപ്പൊ അള്ളാഹു പ്രത്യേകം അത് എടുത്തു പറയണം, അത് കണ്ടിട്ട് നിങ്ങൾ അഹങ്കരിക്കേണ്ട. 3 കാര്യങ്ങൾ മാത്രമാണ് പരലോക ജീവിതത്തിൽ നമുക്ക് കൂട്ടുണ്ടാവുകയുള്ളൂ. അതിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ കൂട്ടുവരുന്നില്ല. സദഖത്തുൽ ജാരിയ, നാഫിയ ഇൽമ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കള്, ഇതൊക്കെ നമുക്ക് കൂട്ടുവരുന്നുള്ളൂ. നമുക്കൊരല്പം വിജ്ഞാനം ഉണ്ടായാൽ അതിൽ നമുക്ക് അഹങ്കാരം വന്നു. എനിക്ക് നന്നായിട്ട് അറിവുണ്ട്, ഞാൻ അല്ലെങ്കിൽ അവള് കണ്ടില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അവള് ഇതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആരാധന, ഞാൻ സുന്നത്തെടുക്കുന്നു, ഫർള് കറക്റ്റ് ടൈമിൽ എടുക്കുന്നു. ഈ ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അതെല്ലാം അഹങ്കാരം തന്നെയാണ്. ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളുടെയും മൂല ബിന്ദു ഇബ്ലീസാണ്. ആദ്യമായി അഹങ്കരിച്ചത് ഇബ്ലീസായിരുന്നു. അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അപ്പൊ പ്രത്യക്ഷ ശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ശത്രു നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റ് സമയത്ത് നമസ്കരിച്ചു, അത് കണ്ട് ഒരാൾ വന്നു, അവള് നല്ല നമസ്കാരക്കാരത്തിയാണ് പറയട്ടെ, അല്ലെങ്കിൽ സുന്നത്ത് നോൻപ് എടുക്കണ്, അപ്പൊ അവൾ എടുക്കണില്ല, അപ്പൊ അത് മറ്റോളെ അറിയട്ടെ. അപ്പൊ ഇതൊക്കെ ഇബ്ലീസ് ഇങ്ങനെ ഇങ്ങനെ ദുർമന്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഹൃദയത്തിൽ നിന്നിട്ട്. അപ്പൊ അത് തന്നെയാണ് അദുവ്വു മുബീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങള് ഒക്കെ ചെയ്യുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൊ ഈ ചെയ്യുന്നതൊക്കെ നമ്മളെ അഹങ്കാരം നിമിത്തം നമുക്ക് അറിവുണ്ട് എന്നുള്ള അഹങ്കാരം, നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നതുള്ള അഹങ്കാരം, ഇതൊക്കെ നമുക്ക് നാളെ അതൊക്കെ നമ്മള് അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും ഇല്ലാതായി പോവുകയാണ് അല്ലെ. ഉഹുദ് മലയോളം ഉണ്ടാക്കി നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒക്കെ ധൂളിയായി പറന്നു പോവാന് അതിന് കാരണമായി നമ്മുടെ കൂടെ നടക്കുകയാണ് ഇബ്ലീസ്. അപ്പൊ അത് മനസ്സിലാക്കുക, ഓരോ അഹങ്കാരത്തിന്റെ ചെറിയ ചെറിയ ചിന്തകൾ വരുമ്പോഴേക്കും ഇതൊക്കെ ഇബ്ലീസ് ഒപ്പിക്കുന്ന വേലയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെ മാറ്റി ഓടിക്കാൻ ശ്രമിക്കുക. സൂറ നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. നിശ്ചയമായും പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ളവനെ അള്ളാഹു സ്നേഹിക്കുകയില്ല. അഹങ്കാരം ഹൃദയത്തിൽ കുടിയേറി കഴിഞ്ഞാൽ സത്യം സ്വീകരിക്കാൻ അത് തടസ്സമായി തീരും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ അഹങ്കാരം ഹൃദയത്തിൽ വന്നാലാണല്ലോ നമുക്കിപ്പോ സത്യം നമ്മൾ പറഞ്ഞത് തെറ്റാണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും അതിനെ തിരുത്താൻ നമുക്ക് പ്രയാസം തോന്നുന്നത് ഹൃദയത്തിൽ അഹങ്കാരം കുടിയേറി കഴിയുമ്പോഴാണ്. ഇപ്പൊ സൂറ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ ഹൃദയത്തിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഖിശാവ വലഹും അദാബുൻ അളീം. അവരുടെ ഹൃദയത്തിലൊരു മൂടിയുണ്ട്, പിന്നെ അവരുടെ കേൾവിയിലും കാഴ്ചയിലൊക്കെ ഓരോ മൂടി വെച്ചിരിക്കുന്നു. അപ്പൊ അത് ആ ഒരു മൂടി നിമിത്തമാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവർക്ക് അഹങ്കാര ഹൃദയത്തിൽ കയറി സത്യം മനസ്സിലാക്കാനും സത്യം സ്വീകരിക്കാനും അവർക്ക് കഴിയാത്തത് ആ ഒരു മൂടിയുള്ളത് കൊണ്ടാണ്. ആ മൂടിയാണ് അഹങ്കാരമായി മാറുന്നത്. അപ്പോ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണം ഉണ്ട്. ഫിറഔന്, അബൂ ലഹബ്, അബൂ ജഹൽ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരുടെയൊക്കെ പതനം നമ്മൾ റബ്ബുക്കാന്ന് പറയുന്ന ഫിറൗന്റെ അന്ത്യം നമ്മൾ കാണുകയും ചെയ്ത് ഇന്നും ഫിറൗനെ മറ്റുള്ളവർക്കൊരു പാഠമാക്കാൻ വേണ്ടി ഇന്നും ഫിറൗൻ അവിടെ സൂക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഈ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണിച്ചു തരുന്നത് അഹങ്കാരികളുടെ അധപതനമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ആത്മാർത്ഥമായി നമ്മളോട് തന്നെ പറയാ, എനിക്ക് അഹങ്കാരം ഉണ്ടോ അല്ലേ, അങ്ങനെ ഒരു കാര്യം. ഇപ്പൊ അതായത് നമ്മൾ രാത്രി കിടക്കുമ്പോ
അന്ന് കിടന്നതിന് ശേഷം ചിന്തിക്കുക. നമ്മളെ ദിക്റുകളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാന് പിന്നെ ഇപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ അന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വേണ്ട, നമ്മളെ ഹസ്ബൻഡിനോട്, നമ്മളെ മക്കളോട്, അല്ലെങ്കിൽ വീട്ടിൽ വേലക്ക് വന്ന ആളോട്, ആരോടെ നമ്മളിന്ന് അഹങ്കാരത്തോടെ നല്ല രീതിയിലാണോ പെരുമാറിയത്? ഇപ്പൊ നമ്മള് ഹൃദയത്തിൽ അഹങ്കാരം ഇല്ലാന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഇതാ പോകാൻ വഴിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അവരോട് ഇന്ന് ഞാൻ എങ്ങനെ സംസാരിച്ചത്, ഇന്ന് ഞാൻ സംസാരിച്ചതിൽ എത്ര പ്രാവശ്യം ഞാൻ എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗപ്പെടുത്തി, പിന്നെ വീട്ടിൽ വേലക്ക് വന്ന ആളോട് നമ്മൾ വിനയത്തോടെ പെരുമാറിയോ, അതോ എവിടെയെങ്കിലും ഞാൻ നിനക്ക് പൈസ തരുന്ന നീ അപ്പൊ ഇവിടെ വേല നല്ല രീതിയിൽ ചെയ്യേണ്ട ആളാണല്ലോ എന്നുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിൽ ധിക്കാരം ഹൃദയത്തിൽ വന്നുകൊണ്ട് സംസാരിച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ വന്നിട്ട് നമ്മൾ വേറൊരാളോടല്ല പറഞ്ഞത്, നമ്മളോട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും, നമ്മൾ ഇന്ന് അവളോട് നല്ല രീതിയിൽ പെരുമാറിയോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ മക്കളോട് നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ അവിടെ ഒരു അഹങ്കാരം വന്നോ എന്നുള്ളത്. അപ്പൊ വന്നെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും, ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അത് പിറ്റേ ദിവസം വരുമ്പോ നമ്മൾ ആ ഞാൻ എന്നുള്ള വാക്ക് കുറക്കാനും, വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീയോട് കഴിയില്ല. ഇപ്പൊ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റാണ്, ഇപ്പൊ അവര് വൃത്തിയില്ലാതെ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് പലപ്പോഴും പറയേണ്ടി വരും. അപ്പൊ അവിടൊക്കെ നമ്മളിങ്ങനെ ശ്രമിക്കുക, ഹൃദയത്തിൽ കൊണ്ടുവരിക, അത് അഹങ്കാരാണ്, അത് മാറ്റണം. അങ്ങനെ അത് പരമാവധി അങ്ങനെ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കാം. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ എന്തായാലും എത്ര അഹങ്കാരം ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഹൃദയത്തിലൊരു കടുകുമണിയോളം അഹങ്കാരം നമുക്ക് പല കാര്യങ്ങളിൽ നമ്മൾ വരുന്നുണ്ട്. ആ ഒരു കടുകുമണി അഹങ്കാരം മതിയല്ലോ സ്വർഗം നഷ്ടപ്പെടാനും. അപ്പൊ അതുപോലെ കുലമഹിമ, സൗന്ദര്യം, സമ്പത്ത്, ഇതിലൊക്കെ നമ്മള് നോക്കുക, നമ്മളെ ഹൃദയത്തിൽ വരുന്നുണ്ടോ, അഹങ്കാരം വരുന്നുണ്ടോ? നമ്മളെ കൂട്ടിനെ നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ ഈ അഹങ്കാരത്തിനെയാണോ കൊണ്ടുപോകേണ്ടി വരിക, അതോ സ്വയായ മക്കളെ പിന്നെ പ്രാർത്ഥനകളും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഒക്കെയാണോ കൊണ്ടുപോകേണ്ടി വരിക എന്നൊക്കെ നമ്മളപ്പോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിൽ നിന്നും അഹങ്കാരം ഒഴിഞ്ഞു പോകാൻ നാം ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ വിനയം പരിശീലിക്കുക. വളരെ വിനയം. ഇപ്പൊ ഈ പറഞ്ഞ വേലക്കാരികളോട് എല്ലാവരോടും നമ്മൾ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. നമുക്ക് കഴിയില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മക്കളോട് കുഞ്ഞു മക്കളോടൊക്കെ വളരെ ബഹുമാനത്തോടെ പെരുമാറിയാൽ തന്നെ നമുക്ക് നമ്മളെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം പോകും. കാരണം അവര് നമുക്ക് എപ്പോഴും ബഹുമാനത്തോടെ പെരുമാറാ നമ്മളെ അമ്മായിമ്മ, പിന്നെ അതുപോലെ ഭർത്താവ്, പോലുള്ള ആളുകളോടൊക്കെ നമുക്ക് വലിയ ബഹുമാനം വരിക. അപ്പൊ ആ ഒരു ബഹുമാനം നമ്മൾ കുട്ടികളോടും കൂടി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ അവർ സംസാരിക്കുന്ന രീതിയിൽ അവരോട് ഇങ്ങനെ സംസാരിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ അഹങ്കാരം ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം നമ്മൾ എല്ലാവരും പഠിച്ച കാര്യമാണല്ലേ. അപ്പൊ സൂറ ലുക്മാൻ അലൈഹിസ്സലാം പറയുന്നുണ്ട് മകനോട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിക്കരുത്, ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കുകയും ചെയ്യരുത്. നിശ്ചയമായും അഹങ്കാരിയും ദുരഭിമാനിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പോ ഒന്നാമത് നമ്മളിപ്പോ ഇതില് ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മളെ മക്കൾക്ക് നമ്മളിങ്ങനെ ഒരു ഉപദേശം കൊടുക്കാറുണ്ടോ, അഹങ്കാരത്തോടെ നടക്കരുത്. അങ്ങനെയൊക്കെ നമുക്ക് മക്കൾക്ക് കൊടുത്താൽ തന്നെ ഇപ്പൊ നമ്മളെ മക്കള് വലിയ മക്കളായി പോയെങ്കിൽ എനിക്ക് അഹങ്കാരം ഇല്ലല്ലോ, ഞാൻ എപ്പോഴും അഹങ്കാരം കാട്ടിയില്ലേ, അങ്ങനത്തെ മറുപടിയും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ ഈ ആയത്തിൽ നിന്നുള്ള പാഠങ്ങൾ, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വിനയത്തോടെയും സൗമ്യതയോടെയും സംസാരിക്കുക. സൗന്ദര്യമോ സമ്പത്തോ പദവിയോ ഒന്നും തന്നെ മറ്റൊരാളെ നിസ്സാരനായി കാണാൻ കാരണമാവരുത്. യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം അവന്റെ നടത്തത്തിലും സംസാരത്തിലും പ്രതിഫലിക്കുന്ന ലാളിത്യമാണ്. വളരെ ലാളിത്യത്തോടെ നടക്കുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ഭയങ്കര അഹങ്കാരി. ലാളിത്യത്തോടെ നടക്കുന്ന ഒരാളുടെ അവിടെ പ്രതിഫലിക്കുന്നത് തന്നെ ഒരു അഹങ്കാരമില്ലായ്മയാണല്ലോ. ഹൃദയത്തിലെ അഹങ്കാരം പുറത്തേക്ക് വരുന്നത് സംസാരത്തിലൂടെയും നടത്തത്തിലൂടെയുമാണ്. ഈ രണ്ടും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ അഹങ്കാരം നിയന്ത്രിക്കാൻ കഴിയും. അതായത് ഓവറായിട്ടുള്ള സംസാരം, ഓവറായി സംസാരിക്കരുതെന്ന് എപ്പോഴും നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പൊ ഒന്നാമത് അതന്നെ അഹങ്കാരം കുറക്കാനുള്ള ഒരു വഴി, സംസാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. സൂറ ഇസ്രാ ആയ നമ്പർ 37 അള്ളാഹു പറയുന്നുണ്ട്,
ولا تمشي في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا. നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കരുത്. തീർച്ചയായും നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല. ഉയരത്തിൽ പർവ്വതങ്ങളോളം എത്താനും നിനക്കാവില്ല. മനുഷ്യർ എത്രത്തോളം നിസ്സാരനാണെന്ന് ഇതിലൂടെ നമുക്ക് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്താണ് അല്ലെ. പിന്നെ നമ്മള് ഭൂമിയെ ചവിട്ടി മതിച്ച് നടക്കാൻ നമുക്ക് ചവിട്ടി മതിക്കാനും കഴിയില്ല. നമ്മൾ എത്ര അഹങ്കാരം കാട്ടിയാലും ഭൂമിയെ പിളർത്താനും സമുദ്രം പിളർത്താനും ഒന്നും നമുക്ക് കഴിയില്ല. അതിനെല്ലാം കഴിവുള്ള ആളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ നമ്മൾ അഹങ്കരിക്കാൻ അവകാശം അപ്പൊ അവിടെ ആർക്കുള്ളത്? അള്ളാഹുവിന് മാത്രമാണ് അവിടെ അഹങ്കരിക്കാനുള്ള ഒരു അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ മേലങ്കിയാണ് പിന്നെ അഹങ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അവിടെ അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പില്ല. അള്ളാഹുവിന്റെ മേലെങ്കിൽ നമ്മളെടുത്ത് അണിയാനും പാടില്ല. അതുവഴി നമ്മൾ പിന്നെ തൗഹീദിന് എതിരായി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് നിമിത്തം. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ടാണെന്ന് എപ്പോഴും നമ്മൾ സ്വന്തത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, സ്വയം വിലയിരുത്തുക. നമ്മുടെ തുടക്കം ഒരു തുള്ളി വെള്ളത്തിൽ നിന്നും ഒടുക്കം മണ്ണിലേക്കാണെന്നും ഉള്ള സത്യം നമ്മൾ ഉൾക്കൊള്ളുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുക. അപ്പൊ മക്കം ഫത്തഹില് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ അഹങ്കരിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. പിന്നെ അവരോട് പിന്നെ പ്രതികാരം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവർക്കും പുറത്തു കൊടുക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഈ പിന്നെ മക്ക ഫുള്ള് എന്റെ കാൽക്കീഴിൽ വന്നു, ഇനി ഞാനാണ് ഇതിന്റെ അധിപനെന്നും പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അവിടെ ഒരു തരി അഹങ്കാരം പോലും കാണിച്ചില്ല എന്ന് മാത്രമല്ല അവരെല്ലാം വെറുതെ വിടുകയും ചെയ്തു. പിന്നെ പരമാവധി അഹങ്കാരം കുറക്കാൻ വേണ്ടി നമ്മൾ സദക്ക കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഏത് അമല് ചെയ്യുമ്പോഴും ആ അമലിന്റെ കൂടെ ഹൃദയം അമലിന്റെ കൂടെ കൊണ്ടടക്കുക. എന്ത് കാര്യം ചെയ്യും, നമസ്കരിക്കുകയാണെങ്കിലും ഏതൊരു പ്രവൃത്തിയിലും നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന അബദ്ധമാണ്. നമ്മളിപ്പോ സദക്ക കൊടുക്കും, സദക്ക കൊടുത്തിട്ട് പിന്നെ മുന്തസ് ടീച്ചറൊക്കെ പറയുന്നത് റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞാൽ ദുആ ഒന്നും ചെല്ലാതെ സദക്ക കൊടുത്ത് നമ്മൾ പോരും. അപ്പൊ അവിടെ നമ്മളെ ഹൃദയം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കും ഇതിന് ഉള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുമൂലൊക്കെ ഇപ്പൊ അവിടെ ആ പറയുന്നതിന്റെ മീനിങ് തന്നെ എന്താ? അപ്പൊ നമ്മള് കൊടുക്കുകയാണ് സദക്ക അല്ലെ, അവര് നമ്മളെ മുന്നിൽ കൈ നീട്ടുകയാണ്. അപ്പൊ നമ്മളാ പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മളെ ഹൃദയത്തിലേക്ക് എന്താ വരുന്നത്? അഹങ്കാരത്തിന് പകരം ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് വഴി എനിക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് എനിക്കാണ് പ്രതിഫലം കിട്ടുന്നത്. അവരെന്റെ അടുത്ത് പൈസ മേടിച്ചോണ്ട് പോകണം എന്നായിരിക്കാണ്ട് നമ്മൾ അഹങ്കരിക്കുന്നതിന് പകരം ഇത് അവര് വന്നു, അൽഹംദുലില്ലാ അവരിവിടെ ഇത് വന്നതുകൊണ്ട് നമുക്ക് എന്തായി, നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഒരു പ്രതിഫലം കിട്ടാനുള്ള ഒരു വഴിയായി. അപ്പൊ അവിടെ അഹങ്കരിക്കേണ്ട ആ ഒരു ഭാഗം തന്നെ അവിടെ അടഞ്ഞുപോയി. നമ്മൾ ആരുടെ മുന്നിലാണ് അഹങ്കരിക്കുന്നത്, ഇപ്പൊ ആര് കാണാനാണ് അഹങ്കരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മുന്നിലാണ് അഹങ്കരിക്കുന്നത്, ആ ആൾ എന്നേക്കാൾ എല്ലാം കൊണ്ട് ശ്രേഷ്ഠനാണ് എന്ന് ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം അഹങ്കാരമില്ലാതെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇഹലോകത്തും പരലോകത്തും നമുക്ക് അഹങ്കാരം നാശമേ വിതക്കൂ എന്ന് മനസ്സിലാക്കി അഹങ്കാരത്തിൽ നിന്നും റിയായിൽ നിന്നും അതുപോലുള്ള എല്ലാ പിന്നെ അസുഖങ്ങളും ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റാൻ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. നമുക്ക് കിട്ടിയ സമ്പത്തും സന്താനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ്. ഇതൊന്നും ഞാനായിട്ട് വന്നപ്പോ കൊണ്ടുവന്നതുമല്ല, പോകുമ്പോ കൊണ്ടുപോകാനുള്ളതുമല്ല എന്ന് ഒരു ചിന്ത എപ്പോഴും ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഒരു നിമിഷം മതി ഇതെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെടുവാനുള്ള ചരിത്രങ്ങളൊക്കെ അത്തരം തഫ്സീറുകൾ വായിച്ചും അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹിസാബില്ലാതെ ജന്നാത്തുൽ ഫിർദൗസിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമുക്ക് നല്ല അറിവുകൾ പറഞ്ഞു തരുന്ന നമ്മുടെ ടീച്ചർമാർക്ക്, എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെയും നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കൊണ്ടുപോകാൻ തൗഫീഖ് ഏകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണേ യാ അല്ലാഹ്. ഞങ്ങളുടെ
ബന്ധുമിത്രാദികൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اجعلنا مقيم الصلاة ومن ذريتنا ربنا تقبل دعاء رب ارحمهما كما ربياني صغيرا ربنا تقبل دعانا انك وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.